ഹായ് നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എൻജിൻ മിസ് ഫയറിങ് അല്ലെങ്കിൽ എൻജിൻ മിസ്സിങ് അല്ലെങ്കിൽ എൻജിന് പവർ കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ എൻജിൻ മിസ് ഫയറിങ് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ എന്താണ് എൻജിൻ മിസ്സിങ് നമുക്ക് പറയാം. ഞാൻ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയൊക്കെയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ, നമുക്കിപ്പോൾ ഇതൊരു 3 സിലിണ്ടറിൻ്റെ നോർമൽ വൈബ്രേഷൻ ആണ്. പക്ഷേ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വൈബ്രേഷൻ നമുക്ക് വരത്തില്ല. വളരെ ചെറിയൊരു വൈബ്രേഷൻ മാത്രം നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ. എന്നാൽ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ചെറിയൊരു വൈബ്രേഷൻ. ഇത് നോർമലാണ്, കാരണം വാഹനത്തിന് വേറെ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി ഞാനിതൊന്ന് മാറ്റുകയാണ്, ഒരു മിസ്സിങ് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ എൻജിൻ മിസ്സിങ് ഉണ്ട്. ഇതിനെയാണ് മിസ് ഫയറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻജിൻ മിസ്സിങ് എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പം നേരത്തെ അപേക്ഷിച്ച് വൈബ്രേഷൻ കൂടുതലാണ്. ഇപ്പം കറക്റ്റ് എൻജിനാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം മിസ്സിങ് കണ്ടോ, ഇപ്പം നമുക്ക് കാണാം എൻജിൻ മിസ്സിങ് വരുന്നത്. എങ്ങനെയാണ് ഈ മിസ്സിങ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഞാൻ ഏതായാലും വാഹനം ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, വാഹനം ഓഫ് ചെയ്ത് വെറുതെ പെട്രോൾ കളയണ്ടല്ലോ. പെട്രോളൊക്കെ പഴയതുപോലെയല്ലോ, ഭയങ്കര വിലയല്ലേ. ഓക്കെ, അപ്പം എങ്ങനെയാണ് മിസ്സിങ് ഉണ്ടാകുന്നത്? ഇപ്പം ഞാൻ മിസ്സിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് വേറൊന്നുമല്ല, ഒരു സിലിണ്ടറിലെ ഫ്യൂവൽ ഇഞ്ചക്ടർ ഞാൻ കട്ട് ചെയ്തു. അതായത് എൻ്റെ കപ്ലർ ഊരി, അത്രേ ഉള്ളൂ. കട്ട് ചെയ്യുന്നതുകൊണ്ട് വേറെ സംഭവമൊന്നുമില്ല. കപ്ലർ ഊരി മാറ്റി ആ ഫ്യൂവലിൽ, ആ ഒരു ഇഞ്ചക്ടറിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിലോട്ട് ഫ്യൂവൽ കിട്ടുന്നില്ല, കത്തുന്നില്ല. 2 സിലിണ്ടർ മാത്രം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്, ഇതൊരു 3 സിലിണ്ടർ എഞ്ചിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ അങ്ങനെ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറയുന്നത് 3 സിലിണ്ടർ ആണ്. ഈ ഒരു 3 സിലിണ്ടറിനകത്ത് ഒരു സിലിണ്ടർ ഞാൻ കട്ട് ചെയ്തപ്പം 2 സിലിണ്ടറിൽ മാത്രം ഫയറിങ് നടക്കുന്നുള്ളൂ. അങ്ങനെ വരുന്നുള്ളതുകൊണ്ടാണ് എൻജിൻ മിസ്സിങ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് മിസ്സിങ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഫ്യൂവൽ കിട്ടാതെ വന്നാൽ, അല്ലെങ്കിൽ സ്പാർക്ക് കൊടുക്കുന്ന സ്പാർക്ക് പ്ലഗ് പോയാൽ. ഇത് പെട്രോൾ വാഹനത്തിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ഡീസൽ വാഹനത്തിനാണെങ്കിൽ ഇഞ്ചക്ടർ, അതായത് ഡീസൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഇഞ്ചക്ടറിന് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മിസ്സിങ് വരാനുള്ള പ്രധാന കാര്യം അതാണ്. ഡീസൽ ഇഞ്ചക്ടറിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിൽ എന്തെങ്കിലും രീതിക്ക് കംപ്രഷൻ നടക്കുന്നില്ലെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സെയിം പ്രശ്നം കാണിക്കും. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ വഴിയിലിട്ട് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ചെയ്യാൻ കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വല്ല കപ്ലറോ വല്ല ലൂസ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. വാഹനത്തിനകത്തൊരു വാർണിംഗ് ലൈറ്റ് കാണിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ, അതായത് ഈ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു OBD റീഡർ മേടിച്ച സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് കാണാം. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രീതിക്ക് നമ്മുടെ എൻജിൻ ലോഡ് എടുക്കുന്നില്ലാത്ത പോലെ വരും. അപ്പോൾ ഇങ്ങനെ മിസ്സിങ് ഉള്ള സമയത്ത് വാഹനം ഓടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന് ഒരു പിക്കപ്പ് ഇല്ലാത്തൊരു ഫീൽ. അതായത് വാഹനം വലിക്കത്തേ ഇല്ല, ഇങ്ങനെ കുത്തി. അതായത് ഒരു സെക്കൻഡ് ഗിയറിൽ പോകേണ്ട ഒരു റോഡിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഇട്ടാൽ പോലും ആക്സിലേറ്റർ കൂടുതൽ കൊടുത്തേ പോകാൻ സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിന് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടത്തില്ല, വാഹനം വലിക്കത്തില്ല, അതായത് പവർ കിട്ടത്തില്ല. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വാഹനം ഓഫായി പോകും. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഇതിനെയാണ് എൻജിൻ മിസ് ഫയറിംഗ് എന്നും എൻജിൻ പുള്ളിംഗ് ലെസ് എന്നും അല്ലെങ്കിൽ എൻജിൻ മിസ്സിംഗ് എന്നും ഒക്കെ പറയുന്ന ഒരു ടേമും. ഇത് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ മിസ് ഫയറിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു സിലിണ്ടറിൽ ഫയറിംഗ് നടക്കുന്നില്ല, അതുകൊണ്ടാണ് പവർ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ കൂടുതൽ വൈബ്രേഷൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, പ്ലഗോ ഇഞ്ചക്ടറോ കാര്യങ്ങളോ കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്.